സോണിയും അവളുടെ പപ്പയും അമ്മയും അടുത്തേക്ക് വരുന്നത് കണ്ടതും ചാർലിയുടെ മമ്മിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവളും ഇപ്പോൾ സംഭവിച്ചതിനൊക്കെ കാരണക്കാരിയാണെന്ന് അവർ കരുതി. അവളുടെ മുഖത്തേക്ക് നോക്കാതെ ആദത്തിന്റെ മമ്മിയെ സമാധാനിപ്പിക്കുകയായിരുന്നു അവർ. അവർ മൂന്നുപേരും അങ്ങോട്ടേക്ക് വന്ന് നിന്നത് കണ്ടതും ചാർലിയുടെ മമ്മി അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായി തുടങ്ങി. അത് കണ്ടതും സോണി മരിയയുടെ മുഖത്തേക്ക് നോക്കി. അവർ തിരികെ ആന്റി. പെട്ടെന്ന് പുറകിൽ നിന്നും സോണി വിളിച്ചതും അവർ നിന്നു. സോണി അവരുടെ അടുത്തേക്ക് ചെന്നു. ആന്റി, ആന്റിക്ക് എന്നോട് ദേഷ്യമാണോ? അവൾ അവരെ നോക്കി ദയനീയമായി ചോദിച്ചു. പിന്നെ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ നിന്നോട് ഞാൻ എന്ത് വേണം? എല്ലാം അനുഭവിച്ചിട്ട് അത് ചെയ്ത ആളോട് ഒന്നും അറിയാത്തതുപോലെ ക്ഷമിക്കാൻ ഞാൻ മദർ തെരേസയൊന്നും അല്ല. നിങ്ങൾ ഇങ്ങനെയൊരു ദ്രോഹം പെണ്ണിനോടും കുഞ്ഞിനോടും ചെയ്യാൻ അവരെന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? അവർ തിരികെ ദേഷ്യത്തോട് ചോദിച്ചു. ആന്റി, ഞാൻ ഒന്നും എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട്. അവൾ അവരോട് പറയാനായി ശ്രമിച്ചു. എന്നാൽ അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവർ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. ഒന്നും ചെയ്തിട്ടില്ലേ? നീയും റിൻസിയും കൂടി ചേർന്ന് അവരോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിരുത്തി നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അവർ തിരികെ നിങ്ങളോട് എങ്ങനെയാ പെരുമാറിയെന്നും നിങ്ങൾ എങ്ങനെയാണ് അവളെ ദ്രോഹിച്ചതെന്നും നിനക്ക് അപ്പം മനസ്സിലാകും. അവർ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. അവൾ തിരിഞ്ഞ് തന്റെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. അത് കണ്ട് മരിയ അവളുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി, മരിയ അവരെ വിളിച്ചു. അത് കേട്ട് അവരൊന്ന് നിന്നു. മരിയ, നിന്റെ മോളോട് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുത്തി വെച്ചത് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? എൻ്റെ ഷീതു, ഞങ്ങളുടെ കുഞ്ഞ് എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ദേ അകത്ത് വേറൊരു പെണ്ണ് മരിച്ചു കിടക്കുന്നു. അവൾക്ക് എത്ര വയസ്സുണ്ട് മരിയ? എത്ര വയസ്സ് വരെ ജീവിക്കേണ്ട ഒരു കുട്ടിയായിരുന്നു അത്? വാശിയും വൈരാഗ്യവും അതിൻ്റെ ഉള്ളിൽ കുത്തി തിരികെ അവസാനം എന്തായി തീർന്നു? നഷ്ടപ്പെട്ടതൊന്നും ആർക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല. ലോകത്ത് വേറെ ഒരാമ്പിള്ളാരും ഇല്ലാഞ്ഞിട്ടാണോ ഇവരൊക്കെ ഒരാൾക്ക് വേണ്ടി തന്നെ വാശി പിടിച്ചത്? അവർ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും മരിയയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിന് അവർക്കോ സോണിക്കോ മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അവരൊന്നും മിണ്ടാതെ നിന്നു. ആൻറ്റി, ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ആ പഴയ വാശിയും കൊണ്ടല്ല ആൻറ്റിയുടെ മുമ്പിൽ നിൽക്കുന്നത്. മനസ്സിലാക്കണം. എനിക്ക് ചാർലി ചായനെയും ഷീതു ചേച്ചിയും കാണണം. അവരോട് എനിക്ക് മാപ്പ് ചോദിക്കണം. സോണി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ അവളുടെ മുഖത്തേക്കും അവൾ പിടിച്ചിരുന്ന അവരുടെ കയ്യിലേക്കും നോക്കി. പ്ലീസ് ആൻറ്റി, അവൾ വീണ്ടും പറഞ്ഞു. എന്തിനാ? വീണ്ടും ആ പെണ്ണിനെ ദ്രോഹിക്കാനാണോ? അതോ വാക്കുകൾ കൊണ്ട് കുത്തി വേദനിപ്പിക്കാനോ? അല്ല, ഇത് രണ്ടും ആണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അവർ വല്ലാത്ത പരിഹാസത്തോടെ സോണിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇത് രണ്ടും ചെയ്യാനല്ല, എനിക്ക് ചേച്ചിയോട് സോറി പറയാനാണ്. അവൾ തിരികെ അവരെ നോക്കി. പിടിക്കപ്പെടുമെന്ന് കരുതിയപ്പോൾ മാപ്പ് ചോദിച്ചു കൊണ്ടുവന്നിരിക്കുകയാണോ? അത് കേട്ട് ചാർലിയുടെ മമ്മി അവളെ നോക്കി ചോദിച്ചു. അല്ല, അങ്ങനെയുള്ള പേടി കൊണ്ടൊന്നും അല്ല. പലതും മനസ്സിലാക്കാൻ സമയം വേണ്ടി വന്നു. അപ്പോൾ മാറണമെന്ന് തോന്നി. ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം കാണണമെന്ന് തോന്നി. അവൾ തിരികെ മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഒരു പരിഹാരം മാത്രം കണ്ടെത്തി തന്നാൽ മതി. ഞങ്ങളുടെ കുഞ്ഞ് ഹിസു, അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയണം. എവിടെയാണെന്നോ ആരുടെ ഒപ്പമാണെന്നോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ എല്ലാ സന്തോഷം അവളാണ്. ഇല്ലാത്ത ലോകത്തെപ്പറ്റി ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയില്ല സോണി. അതുകൊണ്ട് ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇത് മാത്രം ചെയ്തു തന്നാൽ മതി. അവർ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആൻറ്റി, ഞാൻ സത്യം ആൻറ്റിയോട് പറയുന്നത്. അങ്കിളും ആദം ചാച്ചൻ്റെ പപ്പയും കൂടി ചേർന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മാത്രമാണ് റിൻസി ചേച്ചി എന്നോട് പറഞ്ഞിരുന്നത്. ഇനി ഒരിക്കലും ഷീതു ചേച്ചിയുടെയും കുഞ്ഞിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്നും പറഞ്ഞു. പക്ഷെ അത് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ സത്യം ആൻറ്റിയോട് പറയുന്നത്. അവൾ തിരികെ അവരോട് പറഞ്ഞതും അവരൊന്നും തന്നെ മിണ്ടിയില്ല. ആൻറ്റി, എനിക്ക് ചേച്ചി ഒന്ന് കാണണം. ചേച്ചിയോട് മാപ്പ് ചോദിക്കണം. ഇതുവരെ ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യത്തിനും കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം, പ്ലീസ്. അവൾ വീണ്ടും അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഷീതുവിനെ റൂമിലേക്ക് മാറ്റുമ്പോൾ കാണാം. പക്ഷെ അവൾക്ക് നിങ്ങളെ തിരികെ കാണാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത്. അവർ തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സമ്മതം എന്ന പോലെ അവരെ നോക്കി തലയാട്ടി. എനിക്ക് ചാർലി ചായനെ ഒന്ന് കാണാൻ. അവൾ വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ ഐസിയുവിൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുക. അവർ തിരികെ അവളെ നോക്കി മറുപടി പറഞ്ഞു. ഞാനും കൂടി അങ്ങോട്ടേക്ക് വന്നോട്ടെ, ചാർലി ചായനെ ഒന്ന് കാണാൻ? അവൾ ചോദിച്ചതും അവർ സമ്മതം എന്ന പോലെ തലയാട്ടി. അവൾ തൻ്റെ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. ഞാനിവിടെ ഉണ്ടാവും, നീ പോയിട്ട് വാ. അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവരോടൊപ്പം നടന്നു. നേരെ ആദത്തിന്റെ മമ്മിയുടെ അടുത്തേക്ക് ചെന്നു. ആദത്തിന്റെ മമ്മിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ റിൻസിയുടെ മമ്മിയും കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ആരെ സമാധാനിപ്പിക്കണമെന്ന് മനസ്സിലായില്ല. സോണി അവരോടൊപ്പം ചാർലിയുടെ അടുത്തേക്ക് ചെന്നു. ചാർലി മാത്രമല്ല ഉണ്ടായിരുന്നത്, കൂടെ ദേവനും ഉണ്ടായിരുന്നു. അത് കണ്ടതും അവൾ സംശയത്തോടെ നിന്നു. അത് ഷീതുമോളുടെ സാറാണ്. ദേവനെ കണ്ട് അവൾ സംശയത്തോടെ നോക്കുന്നത് കണ്ട് ചാർലിയുടെ മമ്മി അവളെ നോക്കി പറഞ്ഞു. എനിക്കറിയാം ആൻറ്റി, ഞങ്ങളുടെ കോളേജിലല്ലേ. അവൾ തിരികെ പറഞ്ഞതും അവർ തലയാട്ടി. രണ്ടുപേരും കൂടി ദേവന്റെയും ചാർലിയുടെ അടുത്തേക്ക് ചെന്നു. അവളെ കണ്ടതും ചാർലിയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ മുഷ്ടി ചുരുട്ടി അവിടെ നിന്നും എഴുന്നേറ്റു. നീ എന്താ ഇവിടെ? അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ചാർലി ചായ, ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ. അവൾ തിരികെ അവനോട് മറുപടി പറഞ്ഞു. ഏത് ചേച്ചി?
നിനക്കതിന് ഏത് ചേച്ചി എവിടെ ഉള്ളത്? നീയൊക്കെ കൂടി ഇല്ലാതാക്കാൻ നോക്കിയതല്ലേ? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ചാർലിച്ചായ, എനിക്കതൊന്നും അറിയില്ല. എനിക്കതിൽ പങ്കുമില്ല. അവൾ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ദേഷ്യത്തോടെ അവളെ അതിന് നോക്കിയതല്ലാതെ മറുപടി ഒന്നും തന്നെ അവളോട് തിരികെ പറഞ്ഞില്ല. അത് കണ്ടതും ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. തൻ്റെ മരിയയുടെ മകളാണെന്നുള്ള ഒരു വാത്സല്യം അയാൾക്ക് അവളോട് തോന്നിയിരുന്നു. മോളെ, എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തത്? ചാർലിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് ഓർമ്മയുണ്ടോ? ഈ പ്രായത്തിനിടയ്ക്ക് ചെയ്യാൻ കൂട്ടു നിൽക്കേണ്ട കാര്യമാണോ ഇതൊക്കെ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ആ അപ്പന്മാർ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? എന്നിട്ടിപ്പോൾ അവസാനം എന്തായി? ഒരു കുട്ടി മരിച്ചു. അതല്ലാതെ എന്ത് നേട്ടാ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉണ്ടായത്? ഇതൊക്കെയാണോ നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നത്? അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളുടെ തല താഴ്ന്നുപോയി. അവൾക്കാണെങ്കിൽ അതിന് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അല്ല, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എൻ്റെ പെണ്ണ് ജീവനോടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? അവൻ ദേഷ്യത്തോടെ മുണ്ട് മടക്കി കുത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അല്ല, ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റാണെന്ന് എനിക്കറിയാം. അത് ഏറ്റു പറഞ്ഞ് നിങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഇന്നാ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കിയത്. അവൾ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ചാർലി ചാൻ എന്നോട് ക്ഷമിക്കണം. അവൾ അവൻ്റെ മുൻപിൽ കൈകൂപ്പി യാചിക്കുന്നത് പോലെ അവനോട് പറഞ്ഞു. അത് കേട്ട് ചാർലി തിരിഞ്ഞ് ദേവന്റെ മുഖത്തേക്ക് നോക്കി. അവളോട് ക്ഷമിക്കുന്നുള്ള അർത്ഥത്തിൽ അയാൾ തിരികെ അവനെ നോക്കി കണ്ണു കാണിച്ചു. നീ മനസ്സറിഞ്ഞാണ് ഇതൊക്കെ പറയുന്നെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കാം. പക്ഷെ ക്ഷമയുടെ പേരും പറഞ്ഞ് വീണ്ടും ഓരോന്ന് ചെയ്തു കൂട്ടാനാണെന്നുണ്ടെങ്കിൽ സോണി പഴയതുപോലെ ആയിരിക്കില്ല. എന്നോട് ക്ഷമിച്ച അതേ ക്ഷമ പിന്നെ നീ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അവൻ താക്കീതോടുകൂടി വിരൽ ചൂണ്ടി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അല്ല ചാർലി ചായ, ഞാൻ മനസ്സിൽ തൊട്ടായി ക്ഷമ ചോദിക്കുന്നത്. സത്യം, ഇതിലൊരു പ്ലാനിങ്ങും കളിയും ഒന്നുമില്ല. എനിക്ക് ചേച്ചിയോടും മാപ്പ് ചോദിക്കണം. ഇതുവരെ ഉപദ്രവിച്ചതിനും പരിഹാസ വാക്കുകളൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചതിനും ഒക്കെ. അവൾ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവരാരും ഒന്നും മിണ്ടിയില്ല. വർഗീസേ, ഇപ്പം അവളെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അബദ്ധമാണ്. ഇതിനോടകം തന്നെ അവരെല്ലാവരും അറിഞ്ഞു കാണും അവരുടെ മിസ്സിങ്ങിന് പിന്നെ നമ്മളാണെന്ന്. ആ സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് മണ്ടത്തരമല്ലേ? ആദിത്യൻ്റെ പപ്പ അയാളെ നോക്കി പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. ആദ്യം ആ കൊച്ചിനെ ഇല്ലാതാക്കണം. അതിനുശേഷം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. ആ കൊച്ചില്ലാതായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പോലീസുകാർ പിടിച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ അന്തസ്സോടെ തന്നെ ജയിലിൽ പോകും. പക്ഷെ അതിനു മുൻപേ അതിനെ എനിക്ക് ഇല്ലാതാക്കിയിരിക്കണം. എൻ്റെ മകളില്ലാത്ത ഈ ലോകത്ത് ആ പിറ പെങ്കൊച്ചും വേണ്ട. അങ്ങനെ അവർ സന്തോഷിക്കണ്ട. വർഗീസ് ദേഷ്യത്തോടെ ആദത്തിൻ്റെ പപ്പയെ നോക്കി പറഞ്ഞു. രമേശിനോട് വിളിച്ച് പറഞ്ഞത് പ്രകാരം അയാളോട് വരാൻ പറഞ്ഞ സ്ഥലത്ത് അയാളെ കാത്തു നിൽക്കുകയാണ് അവർ രണ്ടുപേരും. എന്നാൽ നേരമേറെ കഴിഞ്ഞിട്ടും പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞു പോയിട്ടും രമേശിനെയോ കുഞ്ഞിനെയോ അവിടെ അവർ കണ്ടില്ല. ഇവനിത് എവിടെ പോയി കിടക്കുക? നീ ഒന്ന് വിളിച്ചു നോക്ക്. വർഗീസ് ആദത്തിന്റെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇനി പോലീസുകാരുടെ പിടിയിലോ മറ്റോ ആയി കാണുമോ? ആദത്തിന്റെ പപ്പ തിരികെ സംശയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ വിളിക്ക്. വർഗീസ് വീണ്ടും പറഞ്ഞതും അയാൾ ഫോൺ എടുത്ത് രമേശിനെ വിളിച്ചു. ഒരുപാട് തവണ വിളിച്ചു നോക്കിയിട്ട് മറുവശത്ത് രമേശ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഷേ, ഇവനിത് എവിടെ പോയി കിടക്കുക? അയാൾ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു. നേരം ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരുന്നു. എന്നാൽ രമേശിന്റെ ഒരു വിവരവും അവർക്ക് ലഭിച്ചിരുന്നില്ല. ഇനിയും ഇവിടെ നിന്ന് ശരിയാവില്ല. എനിക്കെൻ്റെ മോളുടെ അടുത്തേക്ക് പോകണം. അയാൾ പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ അയാളെ തടഞ്ഞുകൊണ്ട് ആദത്തിന്റെ പപ്പ അയാളുടെ കയ്യിൽ കയറി പിടിച്ചു. ഇപ്പം ചെയ്യാൻ പോകുന്ന അബദ്ധമാണ് വർഗീസെ. നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണ്. അയാൾ വർഗീസിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അറിയാം, ഇപ്പോൾ നമ്മൾ പോകുന്നത് പിടിക്കപ്പെടാൻ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ രമേശ് അവൻ ആരുടെയോ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നീ എന്തായാലും പോലീസുകാർ തേടി വരുന്നത് നമ്മളെയാണ്. പ്ലാനുകളെല്ലാം തന്നെ ഫ്ലോപ്പായിപ്പോയി. ഇനി എൻ്റെ മകളുടെ മുഖം അവസാനമായിട്ട് എനിക്കൊന്ന് കാണണം. എൻ്റെ മോളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോടോ. അയാൾ പറഞ്ഞുകൊണ്ട് ആദത്തിൻ്റെ പപ്പയുടെ കയ്യിൽ പിടിച്ചു. വർഗീസേ, അയാൾക്ക് തിരികെ എന്തു പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കണമെന്ന് മനസ്സിലായില്ല. റയാനും ക്രിസ്റ്റിയും എവിടേക്കാണെന്ന് പോലും അറിയാതെ പോവുകയാണ്. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. തേടാത്ത സ്ഥലവും അന്വേഷിക്കാത്ത സ്ഥലവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ക്രിസ്റ്റിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. ബെന്നി എന്നാണ് അതിൽ എഴുതിയിരുന്നത്. ബെന്നി സാർ ഇപ്പം എന്തിനായിരിക്കും വിളിക്കുന്നത് എന്നുള്ള സംശയത്തോടെ ക്രിസ്റ്റി ഫോൺ എടുത്തു. ബെന്നി, എന്താടോ? സ്കൂളിൽ എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഋഷി പറഞ്ഞ് താൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം സ്കൂളിലെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ലടോ ഞാൻ. ക്രിസ്റ്റി വിഷമത്തോടെ എടുത്തപാടെ ബെന്നിയോട് പറഞ്ഞു. സർ, സ്കൂളിലെ കാര്യങ്ങൾ സംസാരിക്കാനല്ല ഞാൻ സാറിനെ വിളിച്ചത്. കുഞ്ഞ് എൻ്റെ അടുത്തുണ്ടെന്ന് പറയാനാ. ബെന്നി തിരികെ അവനോട് പറഞ്ഞതും ക്രിസ്റ്റി ഞെട്ടി. ഇസുവോ? അവൻ സംശയത്തോട് ചോദിച്ചു. അതെ സർ, ബെന്നി അവനോട് മറുപടി പറഞ്ഞു. സത്യമാണോ താനീ പറയുന്നത്? ഹിസു തൻ്റെ ഒപ്പം ഉണ്ടോ? സന്തോഷത്തോടെ അവനോട് ചോദിച്ചതും അവൻ കുഞ്ഞ് അവൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ള മറുപടി പറഞ്ഞു. അത് കേട്ടതും റയാൻ സംശയത്തോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. ക്രിസ്റ്റി ബെന്നി പറഞ്ഞ കാര്യം അവനോട് പറഞ്ഞു. അതെങ്ങനെയാ? റയാൻ സംശയത്തോട് ചോദിച്ചു. അതൊക്കെ ഞാൻ പറയാം. കുഞ്ഞിനെ ഞാൻ എവിടേക്കാ കൊണ്ടുവരേണ്ടത്? ബെന്നി തിരികെ ചോദിച്ചു. ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. താനിപ്പോൾ എവിടെയുള്ളത്?
ക്രിസ്റ്റി തിരികെ ചോദിച്ചതും അവൻ നിൽക്കുന്ന സ്ഥലം അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. റയാൻ അങ്ങോട്ടേക്ക് വണ്ടി എടുത്തു. കുഞ്ഞിനെ കാണാനുള്ള തിടുക്കത്തിൽ വണ്ടി സ്പീഡിൽ ഓടിക്കുകയാണ് റയാൻ. ബെന്നി പറഞ്ഞതുപോലെ അവൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് അവരുടെ വണ്ടി എത്തിപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ഇരു സൈഡിൽ നിന്നും വാതിൽ തുറന്ന് അവർ പുറത്തേക്കിറങ്ങി. അവിടെ അവരെ കാത്തുന്ന പോലെ ബെന്നി നിൽപ്പുണ്ടായിരുന്നു. ബെന്നി, എവിടെ ഞങ്ങളുടെ മോള്? ക്രിസ്റ്റി സംശയത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ദേ, അവൻ ഒരു കടയുടെ മുൻപിലേക്ക് കൈ ചൂണ്ടി. അവിടെ ഒരു പെൺകുട്ടി അവളെയും എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആ കടയിൽ നിന്നും ഐസ്ക്രീം വാങ്ങി കൊടുക്കുകയാണ് ആ പെണ്ണ്. അതാരാ ബെന്നി? ക്രിസ്റ്റി വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു. അതാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. മറുപടി പറഞ്ഞതും റയാനും ക്രിസ്റ്റിയും പരസ്പരം നോക്കി. അവർക്ക് രണ്ടുപേർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ബെന്നി, അവൾ എങ്ങനെയാ നിങ്ങളുടെ കയ്യിലെത്തിയത്? അവളെ ആരാ കൊണ്ടുപോയത്? ക്രിസ്റ്റി വീണ്ടും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാം പറയാം, നിങ്ങൾ വാ. അതും പറഞ്ഞ് ബെന്നി അവരെയും കൂട്ടി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് നടന്നു. അവർ വരുന്നത് കണ്ടതും ഇസു സംശയത്തോടെ ഒന്ന് നോക്കി. പിന്നെ ഇരു കൈകളും നീട്ടി അവൾ വിളിച്ചു. രയാപ്പേ! അവൾ വിളിച്ചതും റയാൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇതിനെ തന്നെ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അവൾ താഴേക്കിറങ്ങി. അവൾ സംശയത്തോടെ നോക്കിയതും ബെന്നിയും അവരോടൊപ്പം നടന്നു വരുന്ന റയാനെയും ക്രിസ്റ്റിയെയുമാണ് അവൾ കണ്ടത്. അവരെ കണ്ടതും മിസ് ഓടിച്ചെന്നു. റയാൻ അവളെ പൊക്കിയെടുത്ത് അവളുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളും അവളുടെ റയാപ്പയെ വിടാതെ ചുംബിക്കുകയായിരുന്നു, അവൻ്റെ മുഖം മുഴുവൻ.